അഖില കേരള കുടിപ്പള്ളിക്കൂടം ആശാൻ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ചവറയിൽ നടക്കും. ഓഗസ്റ്റ് 2-നാണ് സമ്മേളനം നടക്കുന്നത്. ഗ്രാന്റ് വർദ്ധിപ്പിക്കുക, പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രക്ഷോഭ പരിപാടികൾക്ക് സമ്മേളനം രൂപം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അഖില കേരള കുടിപ്പള്ളിക്കൂടം ആശാൻ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 2-ന് ചവറയിൽ നടത്തും. ഗ്രാന്റ് കാലോചിതമായി വർദ്ധിപ്പിക്കുക, 60 വയസ്സ് കഴിഞ്ഞ ആശാന്മാർക്ക് പെൻഷൻ അനുവദിക്കുക, ഗ്രാന്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെ തനത് ഫണ്ടിൽ നിന്ന് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച വിവിധ സമര പരിപാടികൾക്ക് സമ്മേളനം രൂപം നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പ്രതിമാസം 2000 രൂപ ഗ്രാൻഡായിട്ടാണ് ഒരു പ്രതിഫലം ലഭിക്കുന്നത്. പണ്ട് കുടിപ്പള്ളിക്കൂടം ആശാന്മാർക്ക് ഒരു അംഗീകാരമില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ, അതായത് 1973, 74, 75 കാലഘട്ടങ്ങളിലാണ് ഇത് ഓർഗനൈസ് ചെയ്ത് അന്ന് കുറേ സമരങ്ങൾ ഗവൺമെന്റിലെ അന്ന് അംഗീകാരത്തിനും ഒരു ഗ്രാൻഡിനും വേണ്ടി കുറേ സമരങ്ങൾ കളക്ടറേറ്റിന് മുന്നിലും സെക്രട്ടേറിയറ്റിന് മുന്നിലും പഞ്ചായത്ത് ഓഫീസിന് മുന്നിലുമൊക്കെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ TM ജേക്കബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ ഒരു കമ്മീഷൻ നിയമിച്ചു, AN ശ്രീധരൻ കമ്മീഷൻ എന്ന് പറഞ്ഞു. ആ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘടനയ്ക്ക് അല്ലെങ്കിൽ കുടിപ്പള്ളിക്കൂടം കേരളത്തിലെ നിലത്തെഴുത്ത് ആശാന്മാർക്ക് അംഗീകാരമാവുകയും അവർക്കൊരു ധനസഹായം നൽകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1998 50 രൂപ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഗ്രാൻഡായിട്ട് ആശാന്മാർക്ക്, അന്ന് ഞാൻ ഈ സംഘടനയുടെ പ്രസിഡന്റായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഗവൺമെൻറ് സർവീസിൽ പോയപ്പോൾ ആ സ്ഥാനം മാറി രക്ഷാധികാരിയായി. അതിനുശേഷം ഇടക്കളങ്ങര കുഞ്ഞികൃഷ്ണനുള്ള സെക്രട്ടറിയായി, കോയിനാടുള്ള പ്രസിഡന്റ്, ഇങ്ങനെ മാറി മാറി വന്നു. സർവീസിൽ നിന്ന് പെൻഷനായപ്പോൾ വേണ്ടി ഞാൻ പ്രസിഡന്റായിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനമായിട്ട്. നിരന്തരമായിട്ട് സെക്രട്ടേറിയറ്റിലും പഞ്ചായത്തുകളിലെയൊക്കെ മുന്നിൽ സമരം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 50 രൂപ 100 രൂപയായി, 150 രൂപയായി, 200 500 1000 ഇപ്പം ഈ കഴിഞ്ഞ ജൂലൈയിൽ 2000 രൂപയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അത് തന്നെ 6 മാസം കൂടുമ്പോഴോ 4 മാസം കൂടുമ്പോഴോ 1 വർഷം കൂടുമ്പോഴോ മാത്രമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ചവറ ശങ്കരമംഗലം SNDP യൂണിയൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ 10-ന് സമ്മേളനം മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. CR മഹേഷ് MLA മുഖ്യപ്രഭാഷണം നടത്തും. മുതിർന്ന ആശാന്മാരെ മുൻ MLA ആദരിക്കും. പ്രസിഡന്റ് ചവറ സുരേന്ദ്രൻപിള്ള അധ്യക്ഷത വഹിക്കുമെന്ന് ഭാരവാഹികളായ ചവറ സുരേന്ദ്രൻപിള്ള, ഇടക്കുളങ്ങര തുളസി, സുനിത അശോകൻ, കാവനാട് D ചന്ദ്രബാബു, ഓച്ചിറ T ഗംഗാദേവി, ശ്രീലത സജീവ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.